ഒന്ന് പ്രധാനമായിട്ടുള്ള ഇത് എൻ എം സിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ 4.5 വർഷത്തിന് ശേഷം ഫീസ് വാങ്ങിക്കാൻ പാടില്ല എന്ന് ഈ MBBS BDS അതുപോലെ തന്നെ എല്ലാ ഹോമിയോ എല്ലാത്തിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഫീസ് മേടിക്കാൻ പാടില്ല എന്നുണ്ട്. അതിൽ MBBSൻ്റെതാണെങ്കിൽ 4.5 വർഷത്തിന് ശേഷം മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാൻ NMC പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ കേരളത്തിൽ മാത്രം ഈ കോളേജുകൾ, പ്രൈവറ്റ് കോളേജസ് ഈ കുട്ടികൾക്ക് ഈ പൈസ തിരിച്ചു കൊടുക്കുന്നില്ല. മാത്രമല്ല ഒരുപാട് രീതിയിൽ കുട്ടികൾ ബുദ്ധിമുട്ടുകയാണ്. സ്റ്റൈഫണ്ട് ആണെങ്കിലോ 6,000 തൊട്ട് 8,000 വരെ മാത്രമേ സ്റ്റൈഫണ്ട് കൊടുക്കുന്നുള്ളൂ. ഈ ബംഗാളികൾക്ക് പോലും ഇതിനും കൂടുതൽ പൈസയാണ് ഇവിടെ കിട്ടുന്നത്. 1,300 രൂപ അവർക്ക് കൂലിപ്പണിക്ക് കിട്ടും. എന്നാൽ ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ക്ലീനിങ് തൊഴിലാളികൾക്കും സെക്യൂരിറ്റിക്ക് പോലും 20-ന് മുകളിൽ ശമ്പളമുണ്ട്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട്, അതും MBBS പഠിക്കുന്ന എത്രമാത്രം ബുദ്ധിമുട്ടാണെന്നറിയാം. കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികൾക്ക് പട്ടി വില പോലും കൊടുക്കുന്നില്ല. ഇതിന് ഇമ്മീഡിയറ്റായിട്ട് മുഖ്യമന്ത്രി ഇതിന് പരിഹാരമുണ്ടാക്കണം. കാരണം എൻജിനീയറിംഗ് കോളേജിൽ പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് ജോലിയില്ല, അതില്ല, മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞ് പൂക്കി ഇങ്ങനെ കിടന്ന് കംപ്ലീറ്റ് പൂത്തിരി പോലെ കത്തി നിൽക്കുകയാണ്. എന്നാൽ എന്തുകൊണ്ട് കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്നു? ഇവിടെ തന്നെ അവർക്കുള്ള തൊഴിലും അവർക്കുള്ള ശമ്പളവും ഒന്നും ക്ലിയറാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് ഈ ഒരു കാര്യം, ഇത് ഇപ്പം ഞാൻ ഷോൻ്റെ അടുത്ത് പറഞ്ഞതാണ്, എന്തുകൊണ്ട് നിങ്ങൾ BJPക്കാർ ഈ വിഷയം അറ്റൻഡ് ചെയ്യുന്നില്ല? കാരണം നദ്ദാജിയുടെ അണ്ടറിലുള്ളതാണ്. നരേന്ദ്രമോദിജി വളരെ നല്ല പല കാര്യങ്ങളും ചെയ്ത കൂട്ടത്തിൽ ഒരു കാര്യമാണത്. ഇതൊന്നും ഇവിടുത്തെ BJPക്കാർ സംസാരിക്കുകയോ പറയുകയില്ല. കാരണം